ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്ത് തയ്യാറാക്കുന്നത് ചക്കക്കുരു ഉപ്പേരിയാണ്. ചക്കക്കുരു ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. എന്നാൽ ഈ ഒരു സ്പെഷ്യൽ സാധനം ചേർത്ത് ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കിയാൽ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾ ഒരു ചക്കക്കുരു പോലും വെറുതെ കളയില്ല. നല്ല രുചിയുള്ള ഈ സ്പെഷ്യൽ ചക്കക്കുരു ഉപ്പേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 10-20 ചക്കക്കുരു തൊലി കളഞ്ഞ് നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നീളത്തിൽ നേരിയതായി കീറിയെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി കൂടുതൽ ഇഷ്ടമില്ലവർ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി കുറച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കണം. ചക്കക്കുരു നല്ലപോലെ വേവിച്ചെടുക്കണം. ചക്കക്കുരു ഒന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, കുരു വെന്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചതച്ചതും 2-3 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 2 പിടി തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് നല്ല ചക്കക്കുരു ഉപ്പേരി കഴിക്കാം. ഇനി ഇതിലെ ലാസ്റ്റാണ് ഇതിലേക്ക് സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക്. എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്ന സമയത്ത് 8 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും 2-3 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത്. വെളുത്തുള്ളി ചേർത്താൽ ചക്കക്കുരു കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസിൻ്റെ പ്രശ്നം വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇനി ഇത് ഒന്ന് വാടി വരണം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. തേങ്ങയും ഉള്ളിയും ഒരു ബ്രൗൺ കളറാവണം. ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി ചെറിയ തീയിലിട്ട് വറുത്ത് കൊടുക്കണം. ഈ പാകത്തിൽ ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് കഴുകി ഉണക്കിയെടുത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 പിടി ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉണക്കച്ചെമ്മീൻ കൂടുതൽ കിട്ടുന്ന സമയത്ത് അതിൻ്റെ തലയും വാലും കളഞ്ഞ് കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ എടുത്ത് ഭരണിയിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കഴുകി ഉണക്കി വെച്ച ചെമ്മീനാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചക്കക്കുരു 3-4 മിനിറ്റ് ഇളക്കി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചക്കക്കുരു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ചെമ്മീൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഈ മുളക് പൊടിയുടെ പച്ചമണലൊന്ന് മാറി വരണം. ആ സമയത്ത് നമുക്കിത് ചക്കക്കുരു വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളിതുപോലെ ചക്കക്കുരും ചെമ്മീനും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നമ്മൾ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ സാധനം ചെമ്മീനാണ്. ചെമ്മീൻ ചക്കക്കുരും കഴിക്കുന്നതുകൊണ്ട് ഷുഗർ കുറയും. ചെമ്മീനും ചക്കക്കുരും ആരോഗ്യത്തിന് നല്ലതാണ്. താങ്ക് യു.